ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെ പറ്റി നമുക്ക് പറയാം. ഓക്കെ, ഓക്കെ, നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ പറയാൻ പോകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഡേറ്റ. നമുക്ക് ഇവിടെ നിന്നാണ് സത്യത്തിൽ നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റ എന്ന് പറയുന്നത്. അത് ന്യൂമറിക്കൽ ആയിട്ടുള്ള വാല്യൂസ് ആവാം, അതല്ലെന്നുണ്ടെങ്കിൽ അല്ലാത്ത കാറ്റഗറിക്കൽ ആയിട്ടുള്ള സാധനങ്ങളാവാം. അതായത് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് ഞാൻ കളക്ട് ചെയ്യുന്നു വിചാരിക്കാം. ഒരാൾക്ക് 30 മാർക്ക് കിട്ടുന്നു, അടുത്ത ഒരാൾക്ക് 35 മാർക്ക്, 38 മാർക്ക് എന്നൊക്കെ പറയുന്നു. ഇതൊരു ഡേറ്റ തന്നെയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ലോകത്തുള്ള എന്താണ് പല പല രാജ്യങ്ങളുടെ ഫ്ലാഗുകളെ ഞാൻ ലിസ്റ്റ് ചെയ്യുന്നു. ഇന്ത്യയുടേത്, പാകിസ്ഥാന്റേത്, ജർമ്മനിയുടെ എന്നൊക്കെ പറഞ്ഞ് ഫ്ലാഗുകളെ ഞാൻ ഇത്തരത്തിൽ ലിസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഇതും എന്ത് തന്നെയാണ്, ഇതും ഒരു തരത്തിലുള്ള ഡേറ്റ തന്നെയാണ്. ഇത്തരത്തിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഇതായിട്ടുള്ള ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഡേറ്റയ്ക്ക് പല പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡേറ്റയെ റോ ഡേറ്റ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ് റോ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ക്ലാസ്സിലുള്ള കുട്ടികളുടെ മാർക്ക് ഇങ്ങനെ വെറുതെ പറക്കി പറക്കി എഴുതുവാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ 30 മാർക്ക്, 35 മാർക്ക്, 38 മാർക്ക്, 40 മാർക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്, റാ ഡേറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റോ ഡേറ്റ എന്ന് പറയുന്നത്. ആ വാക്കിൽ തന്നെയുണ്ട് റോ മെറ്റീരിയൽ എന്നൊക്കെ നമ്മൾ പറയാറില്ല. അതായത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ എന്താണ് ഒരു ഡേറ്റ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റോ ഡേറ്റ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ഒരു ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡേറ്റ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡേറ്റ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡേറ്റയെ തന്നെയാണ് നമ്മൾ പലപ്പോഴും എന്തെന്ന് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു വാക്കും നിങ്ങൾ ഡേറ്റയ്ക്ക് പകരം പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. സിമ്പിൾ ആണ്. സാധാരണ രീതിയിൽ ആ ഡേറ്റയ്ക്കൊപ്പം ഫ്രീക്വൻസി കൂടെ ഉണ്ടെങ്കിലാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്, ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. അപ്പൊ എന്താണ് ഫ്രീക്വൻസി എന്ന് പറയാം. ഇപ്പം ഒരു ക്ലാസ്സിൽ കുറെ കുട്ടികളുണ്ട്. ഞാൻ ആ കുട്ടികളുടെ മാർക്ക് ഞാൻ ഇവിടെ എഴുതുകയാണ്. അതുപോലെ ഞാൻ അവരുടെ ഫ്രീക്വൻസി എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പം ആ ക്ലാസ്സിലുള്ള കുട്ടികളുടെ മാർക്ക് ഇതാണ്: 30 മാർക്ക്, 32 മാർക്ക്, 34 മാർക്ക്. ഇവിടെ ഈ 30 മാർക്കുള്ള ഒരു 5 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. 32 മാർക്കുള്ള 7 കുട്ടികളുണ്ട്. 34 മാർക്കുള്ള 3 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡേറ്റ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്, ഡിസ്ക്രീറ്റ് ഡേറ്റ വിത്ത് ഫ്രീക്വൻസി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡേറ്റ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്, നമ്മളെ റോ ഡേറ്റ തന്നെയാണ്. പക്ഷെ അതിനെ എന്ത് ചെയ്തേക്കുവാണ്, ഒരു വ്യക്തമായിട്ട് ഇത്തരത്തിൽ ഒരു ടേബിളിൽ ഞാൻ എന്ത് ചെയ്തേക്കുവാണ്, അറേഞ്ച് ചെയ്ത് എഴുതിയേക്കുവാണ്. അതായത് 30 മാർക്കുള്ള 5 പേരുണ്ട്, 32 മാർക്കുള്ള 7 പേരുണ്ട്, 34 മാർക്കുള്ള 3 പേരുണ്ട്. ഇതിനെ ഞാൻ റോ ഡേറ്റയുടെ രീതിയിലോട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതേണ്ടി വരും, 30 മാർക്കുള്ള 5 പേരല്ലേ, അപ്പൊ 30 30 30 30 30 ഇങ്ങനെ എഴുതേണ്ടി വരും. അടുത്ത 32 മാർക്കുള്ള 7 പേര്, അപ്പൊ 32 32 32. ഇത് നിങ്ങൾക്ക് ഞാൻ എത്ര പ്രാവശ്യം എഴുതേണ്ടി വരും, 7 പ്രാവശ്യം എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് 34 മാർക്കുള്ള 3 പേര്, 34 34 34. ഇത്തരത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡേറ്റ എനിക്ക് റോ ഡേറ്റ ആയിട്ട് എഴുതാൻ പറ്റും. പക്ഷെ എന്താണ്, അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്, ഇപ്പൊ തന്നെ നമുക്ക് ഇത്രയും സ്ഥലം നമുക്ക് എടുത്തല്ലേ. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇത്രയും നമുക്ക് ഓടിച്ച് ഇതായിട്ട് എഴുതേണ്ടതായിട്ട് വരും. ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റോ ഡേറ്റയും നമ്മുടെ ഡിസ്ക്രീറ്റ് ഡേറ്റ എന്നും നമ്മൾ പറയുന്നത്.
ഇനി ഇതിനെ തന്നെ ചിലപ്പോൾ നിങ്ങൾ അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളൊരു വാക്ക് വെച്ചും കേട്ടിട്ടുണ്ടാവും. അതും ഈ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡേറ്റയെ തന്നെയാണ് നമ്മൾ പറയുന്നത്. അൺഗ്രൂപ്പ്ഡ് അല്ലെങ്കിൽ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ എന്നൊക്കെ അല്ലെങ്കിൽ അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതും എന്ത് തന്നെയാണ്, നമുക്കുള്ള ഈ ഒരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡേറ്റ തന്നെയാണ്. ഇനി അടുത്ത ഒരു ഡേറ്റ എന്ന് പറയും, ഇനി ഒരു പ്രത്യേകതയും കൂടെ ഇതിനുണ്ട്. നമ്മുടെ സാധാരണ റോ ഡേറ്റ അല്ലെങ്കിൽ നമുക്ക് ഡിസ്ക്രീറ്റ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ എണ്ണി എണ്ണി പറയാൻ പറ്റും. അതായത് 30, 35, 38, 40 നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി അങ്ങനെ പറയാൻ പറ്റാത്ത ചില ഡേറ്റകളുണ്ട്. ഞാനിപ്പോ ഇപ്പം പറഞ്ഞ ഈ റോ ഡേറ്റ അല്ലെങ്കിൽ ഇങ്ങനെ പറക്കി പറയാൻ പറ്റും, നിങ്ങളുടെ മാർക്കൊക്കെ നമുക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞല്ലേ. അതേസമയം ചില ഡേറ്റകളെ എനിക്ക് ഇങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരാളുടെ വയസ്സ് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. ഇയാൾക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക, അയാൾക്ക് എത്ര വയസ്സുണ്ട്, അയാൾക്ക് 32 വയസ്സ്. അയാൾക്ക് കറക്റ്റ് 32 വയസ്സാണോ? അല്ല, അയാൾക്ക് 32 വയസ്സും അതുപോലെ 1 മാസവുമായി. കറക്റ്റ് 32 വയസ്സും 1 മാസമാണ്, അല്ല 32 വയസ്സും 1 മാസവും 11 ദിവസവും ആയെന്ന് പറയാൻ പറ്റും. കറക്റ്റ് അതാണോ? അല്ല, 32 വയസ്സും അതുപോലെ എന്താണ് 1 മാസവും 11 മണിക്കൂറും 17 മിനിറ്റും എന്ന് പറയാൻ പറ്റും. വീണ്ടും നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ചെറുതായത് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തേ പറയാൻ പറ്റത്തുള്ളൂ, അയാളുടെ വയസ്സെന്ന് പറയുന്നത് 32 വയസ്സിലും 33 വയസ്സിലും ഇടയിലാണെന്നേ നമുക്ക് പറയാൻ പറ്റും. സാധാരണ രീതിയിൽ ഇത്തരം ഡേറ്റകളെ നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ഡേറ്റകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മുടെ വയസ്സ്, സമയം, ടെമ്പറേച്ചർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കണ്ടിന്യൂസ് ഡേറ്റ എന്ന് നമ്മൾ പറയാറ് ഉള്ളത്. അതായത് അതിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കത്തില്ല, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ടൈപ്പ് ഡേറ്റകളെയാണ് നമ്മൾ എന്തായിട്ട് പറയാറുള്ളത്, കണ്ടിന്യൂസ് ഡേറ്റ എന്ന് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, നിങ്ങൾ ചില ടെക്സ്റ്റുകളിലൊക്കെ നമ്മൾ വലിയ ടെക്സ്റ്റുകളിലൊക്കെ നോക്കിയാൽ അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും. അതായത് നമ്മളൊരു എലിയെ പിടിച്ച് നമ്മളൊരു എലിക്കണിക്കകത്ത് ഇട്ടേക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ചെയ്യും, ഒരു പോയിന്റിൽ നിൽക്കത്തില്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കും. അതായത് എന്താണ്, ഇവിടെ നിന്ന് ഇതിങ്ങോട്ട് എപ്പോഴും എന്ത് ചെയ്തത്, മാറിക്കൊണ്ടിരിക്കും. ഇത്തരം ഡേറ്റയാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, കണ്ടിന്യൂസ് ഡേറ്റ അല്ലെങ്കിൽ ക്ലാസ് ഡേറ്റ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ഗ്രൂപ്പ്ഡ് ഡേറ്റ എന്നുള്ള ഒരു പേരും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. ഇതിനെ നമ്മളെ ക്ലാസ് ഡേറ്റ എന്ന് പറയാനുള്ള കാര്യം ഇവിടെ എപ്പോഴും എഴുതുമ്പോൾ ക്ലാസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഇങ്ങനെയാണ് എഴുതാറുള്ളത്. ക്ലാസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് 0, 10, 10, 20, 20, 30 എന്നൊക്കെ പറഞ്ഞിട്ടാണ്. കാരണം ഇപ്പം 7, 3, 2 ഇതിന്റെ മീനിങ് എന്താണ്, 0ക്കും 10നും ഇടയ്ക്കുള്ള 7 പേര്, 10നും 20നും ഇടയ്ക്കുള്ള 3 പേര്, 20നും 30നും ഇടയ്ക്കുള്ള 2 പേര്. ഇത്തരം ഡേറ്റയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലാസ് ഡേറ്റ അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുന്നത്, കണ്ടിന്യൂസ് ഡേറ്റ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പ്രധാനമായിട്ടും നമ്മുടെ ഡേറ്റയെ 3 രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് എന്താണ്, റോ ഡേറ്റ പറഞ്ഞു, അതിനുശേഷം എന്താണ് അൺഗ്രൂപ്പ്ഡ് ഡേറ്റ പറഞ്ഞു, അതിനുശേഷം എന്ത് പറഞ്ഞു, ഗ്രൂപ്പ്ഡ് ഡേറ്റ പറഞ്ഞു. ഇനി നമ്മൾ കുറെ കാര്യങ്ങൾ പറയും, കുറെ സാധനങ്ങളൊക്കെ കണ്ടെത്താൻ പറയും. അപ്പൊ നമ്മൾ ഈ ഓരോ ഡേറ്റയ്ക്കകത്തും അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താണ് പറഞ്ഞത്, എന്താണ് ഡേറ്റ എന്ന് പറഞ്ഞു, അതിന്റെ ഒരു ചെറിയൊരു ക്ലാസിഫിക്കേഷനുമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഈ ഒരു ഡേറ്റയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഒരു ഡേറ്റയെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് അധികം കാര്യങ്ങൾ, ഒരു ഡേറ്റ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും, അല്ലെ? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ സാധാരണ പറയാറുള്ളത്, നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു ഡേറ്റ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ആ ഒരു ഡേറ്റ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ചില പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ കാര്യം? ഞാനത് ഒന്നുകൂടെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ വെച്ച് നമുക്കത് കാണുമ്പോൾ തന്നെ എന്തൊക്കെ അതിനകത്ത് നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, ഓർഗനൈസിങ്, സമ്മറൈസിങ്, പ്രസന്റിങ് ഡേറ്റ എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു, അതിനുശേഷം അതിനെ നമ്മൾ ഒരു മൊത്തത്തിലൊന്ന് സമ്മറൈസ് ചെയ്തെടുത്തിട്ട് അതിനെ പ്രസന്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എവിടെ വരുന്നത്, നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള നമ്മുടെ സെക്ഷനകത്ത് വരുന്നത്.
അതിനകത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ഒരു ഡേറ്റയ്ക്കുള്ള 4 ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഉള്ളതെന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഈ 4 ബേസിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ 4 പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒരു ഡേറ്റ കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. ഞാൻ എന്താണ് പറഞ്ഞത്, ഒരു ഡേറ്റ നമുക്ക് ഈ ഒരു ഡേറ്റയെ സംബന്ധിച്ച് ഈ 4 കാര്യങ്ങൾ അറിയാന്നുണ്ടെങ്കിൽ ആ ഡേറ്റ കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെൻട്രൽ ടെൻഡൻസി ആണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെൻട്രൽ ടെൻഡൻസി ആണ്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിസ്പേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. മൂന്നാമത്തെന്ന് പറയുന്നത് സ്ക്യൂനെസ് ആണ്. ഓക്കെ, നാലാമത്തെന്ന് പറയുന്നത് കർട്ടോസിസ് ആണ്. ഓക്കെ, ഈ 4 കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അതിനുശേഷം ഡേറ്റ പ്രസന്റ് ചെയ്യുന്ന ചില രീതികളും ഒക്കെ പഠിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പക്ഷെ ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് പല വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. നമ്മൾ PG എൻട്രൻസിലെ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രാം ചില റെഫറൻസ് ടെക്സ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാലും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് കാണും. നമ്മൾ അത്തരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് നമ്മൾ വലിയ വലിയ പ്രോബ്ലങ്ങളോ ഒന്നും ചോദിക്കാറില്ല. അതിന്റെ ബേസിക് ആയിട്ടുള്ള ചില പ്രോപ്പർട്ടീസ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് ചോദിക്കുന്നത്. ചില ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, അതിന്റെ ചില അഡ്വാൻറ്റേജസും അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പം ലാസ്റ്റ് നടന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ചോദിച്ചതെന്നൊക്കെ ഉള്ളതൊക്കെ. അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, സീരിയസ് ആയിട്ട് ഇനി ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ്, ഒരു ഡേറ്റയിലാണ് നമ്മൾ തുടങ്ങിയത്. അതിന്റെ ചെറിയൊരു ക്ലാസ്, അത് എന്തൊക്കെ എത്ര രീതിയിൽ പറയാൻ പറ്റുമെന്നും ഒരു ഡേറ്റയെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ 4 കാര്യങ്ങൾ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതിയെന്നും, അതല്ലെങ്കിൽ അതിനെ ഞാൻ വേറൊരു രീതിയിൽ പറഞ്ഞുതരാം. ഈ 4 പ്രോപ്പർട്ടീസും ഒരേ രീതിയിൽ വരുന്ന 2 സെറ്റ് ഡേറ്റ ഒരിക്കലും എന്തില്ല, ഉണ്ടാകത്തില്ല. അതായത് ഇത്രേ ഉള്ളൂ. ഞാൻ 2 സെറ്റ് ഡേറ്റ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സെറ്റിൽ കുറെ ഡേറ്റാസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് സെറ്റ് 1 ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, സെറ്റ് 2 ആണ്. ഇവിടെയും ഞാൻ കുറെ ഡേറ്റാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ 2 സ്ഥലത്തെയും ഡേറ്റകൾക്ക് ഈ 4 പ്രോപ്പർട്ടീസ് ഒരേപോലെ ഒരിക്കലും വരത്തില്ല. അതായത് ഇതിനകത്ത് ചിലപ്പോൾ 3 പ്രോപ്പർട്ടീസ് 2 പേർക്കും ഒരേപോലെ വരാം. പക്ഷെ 4ാമത്തെ പ്രോപ്പർട്ടീസിൽ എന്തുണ്ടാവാം, വ്യത്യാസം ഉണ്ടാവും. ഇനി ഇൻ കേസ് ഈ 2 സെറ്റ് ഡേറ്റകൾക്കും ഈ 4 പ്രോപ്പർട്ടീസും ഒരേപോലെയാണ് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 2 ഡേറ്റകളും എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, 2 ഡേറ്റ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ 4 പ്രോപ്പർട്ടീസ് ഈ ഒരു സെറ്റ് ഡേറ്റയ്ക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 4 പ്രോപ്പർട്ടീസ് ഒരു ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട് ഈ 4 പ്രോപ്പർട്ടീസ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് ആണ്. അല്ലെങ്കിൽ ആ ഡേറ്റയുടെ പ്രത്യേകതകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഡെഫനിഷൻ ആയിട്ട് ഞാൻ ഈ പലപ്പോഴും ഈ ഡെഫനിഷൻ നമ്മൾ നോട്ടിനകത്തൊക്കെ കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ PSCക്ക് ഒരു പ്രത്യേകതയുണ്ട്. പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ വെറുതെ കാണാതെ പഠിച്ചു പോയി അല്ലെങ്കിൽ ഫോർമുല മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ജസ്റ്റ് ഒരു കൺസെപ്റ്റ് അറിയുക. ഈ സെന്റൻസ് അതേപോലെ ഒന്നും പഠിക്കണ്ട. ഇപ്പൊ ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്ന ഡെഫിനിഷൻ നിങ്ങൾ ഒരിക്കലും ഇതാണ് കാണാതെ പഠിച്ചു വെക്കരുത്. ജസ്റ്റ് എന്ത് ചെയ്യുക, മനസ്സിലാക്കി മാത്രം വിചാരിക്കുക. അത്രേ ഉള്ളൂ. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻവോൾവ്സ് മെത്തേഡ്സ് ഫോർ സമ്മറൈസിങ് ആൻഡ് ഓർഗനൈസിങ് ഡേറ്റ ടു മേക്ക് ഇറ്റ് മോർ അണ്ടർസ്റ്റാൻഡബിൾ. അതായത് ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, അതിനെ സമ്മറൈസ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് അതിനെന്താണ് എല്ലാവർക്കും കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മൾ പ്രസന്റ് ചെയ്യുന്നു. ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മളെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത്. ഓക്കെ, അതിനകത്ത് പ്രധാനമായിട്ട് 4 സാധനങ്ങളാണുള്ളത്. എന്താണ്, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, സ്ക്യൂനെസ്, കർട്ടോസിസ്. ഈ 4 കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഇതിന് ഓരോന്നിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ.
ഇനി നമ്മള് ഫസ്റ്റ് പറയാൻ പോകുന്നത് ആദ്യത്തെ പ്രോപ്പർട്ടി ആയിട്ടുള്ള മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ സെൻട്രൽ ടെൻഡൻസിയെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ഡെഫിനിഷൻ ഒന്നും നോക്കണ്ട. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ സെൻട്രൽ ടെൻഡൻസി എന്താണെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പം ഞാനൊരു സെറ്റ് ഡേറ്റ ഇവിടെ എഴുതുവാണ്. ഇപ്പം 1 1 1 ഇങ്ങനെ ഒരു ഡേറ്റ കിട്ടി. അതായത് ആ ഡേറ്റ ഏതൊക്കെയാണ്? ഒരു റോ ഡേറ്റയാണ് ഞാൻ എഴുതിയേക്കുന്നത്. 1 1 1 3 1 1 1 2 എന്നുള്ള ഡേറ്റ. ഒരാൾ ചോദിക്കുകയാണ് ഈ ഒരു ഡേറ്റാ സെറ്റിനെ മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സിംഗിൾ വാല്യൂ എടുക്കാനായിട്ട് പറയുകയാണ്. അതായത് എന്റെ ഈ ഡേറ്റാ സെറ്റിനകത്ത് കുറെ വാല്യൂസ് ഉണ്ട്, പക്ഷെ എനിക്ക് എന്ത് ചെയ്യണം? ഈ ഒരു വലിയ ഡേറ്റാ സെറ്റിനെ ഒരു സിംഗിൾ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യണം. ഇതാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അതായത് ഏതൊരു ഡേറ്റാ സെറ്റ് എടുത്താലും അതിലെ ഓരോ വാല്യൂസ് എടുത്ത് പഠിക്കുന്നതിനേക്കാളും അതിനെ മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മളൊരു സിംഗിൾ വാല്യൂ ഉപയോഗിക്കുന്നു. അതാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? സെൻട്രൽ ടെൻഡൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം നമ്മുടെ ഒരു മണ്ഡലം, നമ്മുടെ ഇപ്പം വർക്കല നിയോജക മണ്ഡലത്തിലെ മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യുന്ന ആരാണ്? ഒരാളാണ് അല്ലെ? അവിടെ നിന്ന് MLA ആയിട്ട് ജയിച്ചു വന്നേക്കുന്ന ആളിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? അവിടത്തെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ അവിടത്തെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് പറയുന്നത്. അതാണ് കൂടുതൽ കറക്റ്റ്. അല്ല അതെന്താണ്? വർക്കല നിയോജക മണ്ഡലത്തിലെ MLA ആണെന്ന് പറയുന്നത് അവിടത്തെ റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു ഡേറ്റാ സെറ്റിനെ മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു സിംഗിൾ വാല്യൂവിനെ എഴുതുന്നു. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഈ ഒരു ഡേറ്റാ സെറ്റിനെ എനിക്ക് ഏതെങ്കിലും ഒരു സിംഗിൾ വാല്യൂ ഉപയോഗിച്ചൊരു പെട്ടെന്ന് ഒരാളടുത്ത് പറയുകയാണെങ്കിൽ അയാൾ എന്താണ് 1 എന്ന് പറയുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ കൂടുതൽ പ്രാവശ്യം അത് വന്നത് കൊണ്ടാണ്. ഇതിപ്പോ ഞാൻ എന്റേതായിട്ടുള്ള രീതിയിലാണ് എന്തെന്ന് പറഞ്ഞത്, ഞാനിവിടെ 1 ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അങ്ങനെ വെറുതെ എനിക്ക് 1 എടുക്കാനോ അല്ലെങ്കിൽ 2 എടുക്കാനോ 3 എടുക്കാനോ ഒന്നും പറ്റത്തില്ല. ഓരോ ഡേറ്റയ്ക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവും. ആ പ്രത്യേകതകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എടുക്കുന്നത്. അപ്പൊ തന്നെ നമ്മളൊരു വാക്ക് പറഞ്ഞു, ഓരോ പല പല ഡേറ്റകൾക്ക് പല പല പ്രത്യേകതകൾ ഉണ്ടാവും. അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെൻട്രൽ ടെൻഡൻസി മെഷറുകൾ ഓരോന്ന് എടുക്കുന്നത് അല്ലേ? അപ്പൊ അത്തരത്തിൽ പ്രധാനമായിട്ട് നമുക്ക് എന്താണ് 5 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മീൻ, മീഡിയൻ, മോഡ്, ഹാർമോണിക് മീൻ, ജോമെട്രിക് മീൻ. നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് ആ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് മീൻ ഉപയോഗിക്കുന്നത്, ഏത് തരം ഡേറ്റയിലാണ് നമ്മൾ മീഡിയൻ ഉപയോഗിക്കുന്നത്, ഏത് തരം ഡേറ്റയിലാണ് നമ്മൾ മോഡ് ഉപയോഗിക്കുന്നത്, ഏത് തരം ഡേറ്റയിലാണ് നമ്മൾ ഹാർമോണിക് മീൻ ഉപയോഗിക്കുന്നത്, ഏത് തരം ഡേറ്റയിലാണ് നമ്മൾ ജോമെട്രിക് മീൻ ഉപയോഗിക്കുന്നതെന്നും അതിന്റെ ചില പ്രോപ്പർട്ടീസും പ്രത്യേകതകളും ഒക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ ആ നേരത്തെ പറഞ്ഞ ആ സെൻട്രൽ ടെൻഡൻസിയുടെ ആ ഒരു ഡെഫിനിഷനിലേക്ക് നോക്കിയേ. ദ ടെൻഡൻസി ഓഫ് ദ ഒബ്സർവേഷൻ ടു ക്ലസ്റ്റർ റൗണ്ട് സം സെൻട്രൽ വാല്യൂ നോൺ ആസ് സെൻട്രൽ ടെൻഡൻസി. അതായത് നമ്മൾ ഇവിടെ ഒരു സിംഗിൾ വാല്യൂ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. നമ്മൾ കണക്കാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിംഗിൾ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഇവിടുത്തെ ഈ ഒരു 1 എന്ന് പറയുന്ന വാല്യൂ, അതിനെ ചുറ്റിപ്പറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ബാക്കി വാല്യൂസ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെ ക്ലസ്റ്റർ ചെയ്തുകൊണ്ട് ഇതിന്റെ ചുറ്റുവട്ടത്താണ് ബാക്കിയുള്ള വാല്യൂസ് എല്ലാം നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വാല്യൂസിന് ചുറ്റും നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ബാക്കി വാല്യൂസിന്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ദ ടെൻഡൻസി ഓഫ് ദ ഒബ്സർവേഷൻ ടു ക്ലസ്റ്റർ റൗണ്ട് സം സെൻട്രൽ വാല്യൂ നോൺ ആസ് സെൻട്രൽ ടെൻഡൻസി. ദിസ് സെൻട്രൽ വാല്യൂ ഗീവ്സ് ആൻ ഐഡിയ ഓഫ് ദ ലൊക്കേഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ മേ ബി യൂസ്ഡ് ആസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഈ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരുന്ന ആളാണ് ആ ഒരു ഡേറ്റാ സെറ്റിനെ എന്ത് ചെയ്യുന്നതാണ്? ഇത് റെപ്രസെന്റ് ചെയ്ത് വരുന്നത്. അല്ലെങ്കിൽ പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത്. അല്ലാതെ ഒരു വലിയ കളക്ഷൻ ഓഫ് ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഓരോ വാല്യൂസിനെ എടുത്തു വെച്ച് പഠിക്കുക എന്നുള്ളത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ അതിനകത്തുനിന്ന് ഒരു സിംഗിൾ വാല്യൂവിലേക്ക് ഉപയോഗിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? മറ്റ് സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ അതിലെ ഓരോ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസികളെ പറ്റിയിട്ടും ഒക്കെയാണ് പറയാൻ പോകുന്നത്. അതിനു മുന്നേ ഒരു കാര്യം കൂടെ അറിയുക. ഒരു നല്ല മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചില പ്രോപ്പർട്ടീസുകൾ ഉണ്ടായിരിക്കണം.
ഈ സെൻട്രൽ ടെൻഡൻസി എന്നുള്ളതിനെ പകരം നമ്മൾ ഗുഡ് ആവറേജ് അല്ലെങ്കിൽ ആവറേജ് എന്നുള്ള ഒരു വാക്കും പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നതിനേക്കാളും പലപ്പോഴും ആവറേജ് എന്നുള്ള ഒരു വാക്കും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സുകാരാണെങ്കിൽ കൂടുതലും സെൻട്രൽ ടെൻഡൻസി എന്നുള്ള ഒരു വാക്കായിരിക്കും കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പം കൊമേഴ്സുകാരാണെങ്കിലും എക്കണോമിക്സുകാരൊക്കെ ആണെങ്കിലും ആവറേജ് എന്നുള്ള വാക്കാണ്. മാത്സുകാരും സെൻട്രൽ ടെൻഡൻസി എന്നുള്ള ഒരു രീതിയിലാണ് കണ്ടിട്ടുള്ളത്. ഒരു കാര്യം കൂടെ പറയാൻ, നമ്മള് ഇപ്പൊ ചിലർ വിചാരിക്കുമ്പോ ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ പക്ക ഒരു പ്രോബ്ലം ഓറിയന്റഡ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയാൽ മനസ്സിലാവും. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും എല്ലാം ഒരു പ്രോബ്ലത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിൽ ആയിരിക്കത്തില്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. ചിലതൊക്കെ എന്ന് പറയുന്നത് അതിന്റെ ചില തിയറികളും അതിന്റെ ചില സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെയാണ് വരുന്നത്. എല്ലാം പ്രോബ്ലംസ് അല്ല, പ്രോബ്ലംസ് ഉണ്ടാകും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം അതോടെ ശ്രദ്ധിക്കാം. ഇനി എന്തൊക്കെയാണ് ഒരു നല്ല മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ഒരു നല്ല ആവറേജിന്റെ ഉണ്ടായിരിക്കേണ്ട പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? റിജിഡിറ്റി ആണ് അതിലെ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്താണ് റിജിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആവറേജ് ഷുഡ് ബി ഡിഫൈൻഡ് ഇൻ എ ക്ലിയർ ആൻഡ് അൺഅംബിഗ്യസ് മാനർ. വലിയ വലിയ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. വ്യക്തമായ ഡെഫനിഷൻ ഉള്ള ഒരാളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിജിഡ് എന്ന് നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കുക, ആ റിജിഡ് എന്നുള്ള വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി കണ്ടെത്താനായിട്ട് ഒരു വ്യക്തമായ, ആർക്കും കൺഫ്യൂഷൻ ഒന്നും വരാത്ത രീതിയിൽ ഒരു ഡെഫനിഷനാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തമായ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് കണ്ടെത്തുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിജിഡ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഓരോ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി പറയുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു റിജിഡ് എന്നുള്ള ഒരു വാക്കൊക്കെ കൂടുതൽ എന്താണെന്നുള്ളത് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്നത് മനസ്സിലാക്കി മാത്രം വെച്ചിരുന്നാൽ മതി. ഞാൻ ആ സമയത്ത് കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ദ ആവറേജ് ഷുഡ് ബി ഡിഫൈൻഡ് ഇൻ എ ക്ലിയർ ആൻഡ് അൺഅംബിഗ്യസ് മാനർ. അതായത് വളരെ കൃത്യമായിട്ടും കൺഫ്യൂസിംഗ് ഒന്നും വരാത്ത രീതിയിൽ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കണം. അടുത്ത എന്താണ്? സിംപ്ലിസിറ്റി. സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കണം എന്നുള്ളതല്ല ഡയറക്റ്റ്ലി ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഒരു സാധനം, അതായത് ദ കാൽക്കുലേഷൻ ഇൻവോൾവ്ഡ് ഇൻ ഡിറ്റർമിനിങ് ദ ആവറേജ് ഷുഡ് ബി സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അതായത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതും എല്ലാ ആൾക്കാർക്കും എന്താണ് വളരെ ഇതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരാളായിരിക്കണം നമ്മൾ എന്തെന്ന് പറയുന്നത് നല്ലൊരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് അണ്ടർസ്റ്റാൻഡബിലിറ്റി ആണ്. അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറഞ്ഞാൽ ദ റെപ്രസെന്റേറ്റീവ് നേച്ചർ ഓഫ് ദ ആവറേജ് ഷുഡ് ബി റീഡിലി ഗ്രാസ്പ്ഡ് ബൈ എവരിവൺ, ഈവൻ ദോസ് വിത്തൗട്ട് എ സ്ട്രോങ് മാത്തമെറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അതായത് ഞാൻ നേരത്തെ ഇവിടെ ഒരു ഡേറ്റാ സെറ്റ് എടുത്തു. ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് ഇവിടെ ഒരു ഡേറ്റാ സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. 1 1 3 1 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡേറ്റാ സെറ്റ്. അതിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഞാൻ ഇവിടെ ഈ ഒന്നിനെയാണ് സെലക്ട് ചെയ്തത്. ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് കാണുമ്പോൾ തരാം ഇതിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആ ഒന്ന് വരും, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അണ്ടർസ്റ്റാൻഡബിലിറ്റി. അതായത് ആ ഒരു ഡേറ്റ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? ഇതിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഈ ആളിനെ ഉപയോഗിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല ആ ഡേറ്റയുടെ സെറ്റപ്പ് വെച്ചിട്ട് എന്ന് പറയാൻ പറ്റണം. അതിനെയാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്നുള്ളൊരു വാക്കായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് മാത്തമെറ്റിക്കൽ, സ്ട്രോങ് മാത്തമെറ്റിക്കലായിട്ടോ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടോ ഒന്നുമുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് പോലും എന്താണ് ഇത് കാണുമ്പോൾ തന്നെ ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു നമ്മളെ മണ്ഡലത്തിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മളെ MLA, അത് ഏതൊരു സാധാരണക്കാരനും അറിയാം അല്ലേ, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളായിരിക്കുമല്ലോ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ആള് എന്നുള്ള രീതിയിൽ അയാളെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? നല്ല കാര്യം തന്നെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അടുത്ത ഇൻക്ലൂസിവിറ്റി ആണ്. ഇൻക്ലൂസിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഡിപ്പെൻഡ് ഓൺ ഓൾ ദി ഒബ്സർവേഷൻസ്. അതായത് നമ്മൾ ഒരു ഡേറ്റാ സെറ്റിലുള്ള വാല്യൂസ് ഉണ്ടെങ്കിൽ ആ എല്ലാ വാല്യൂസിനെയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കണം എന്ത് വരേണ്ടത്? ആ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി വരേണ്ടത്. പക്ഷെ ഞാനിപ്പോ ഇവിടെ എഴുതിയേക്കുന്നതിന് അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒന്നെന്ന് പറയുന്ന ആളിനെ ഞാൻ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാൽക്കുലേഷനോ എന്തെങ്കിലും മാത്തമെറ്റിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്നും ചെയ്തില്ല. ഞാൻ വെറുതെ എടുത്ത് എഴുതിയതേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ് ഇതൊരു ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതത്രേ ഉള്ളൂ. നമ്മളൊരു നല്ല മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ എന്താണ്? എല്ലാ ആളുകളെയും അത് എന്തായിരിക്കണം? അത് ഇൻക്ലൂസിവിറ്റി എന്നുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ വാല്യൂസിനെയും ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാ വാല്യൂസും ഉപയോഗിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് കണ്ടെത്തേണ്ടത്? നമ്മൾ ആ ഒരു റെപ്രസെന്റേറ്റീവ് വാല്യൂ അല്ലെങ്കിൽ ആ ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി വാല്യൂ നമ്മൾ എഴുതേണ്ടത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻക്ലൂസിവിറ്റി എന്നുള്ളൊരു വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി ആണ്. സ്റ്റെബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറന്റ് സാമ്പിൾസ് drawn from the same population should yield averages that are not significantly different. അപ്പൊ അവിടെ ഒരു വാക്ക് വന്നു അല്ലെ, സാമ്പിൾ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ക്ലാസ്സിൽ മൊത്തം 50 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഒരു ക്ലാസ്സിലെല്ലാം കൂടെ 50 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ഈ 50 കുട്ടികളെ പറ്റിയിട്ടുമാണ് പഠിക്കേണ്ടത്. പക്ഷെ എനിക്ക് സമയമൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയ കുറച്ച് ആൾക്കാരെ മാത്രം എടുക്കുന്നു, ഒരു 10 കുട്ടികളെ മാത്രം എടുക്കുന്നെന്ന് വിചാരിക്കുക. ആ ക്ലാസ്സിൽ മൊത്തം എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 50 കുട്ടികൾ. ഇതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ ക്ലാസ്സിലുള്ള 50 കുട്ടികളാണ് ഇവിടുത്തെ പോപ്പുലേഷൻ. ഞാൻ അവിടെ നിന്ന് എടുത്ത ഈ ഒരു 10 കുട്ടികൾ, ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇവിടുത്തെ സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ സാമ്പിൾ പാക്കറ്റ് എന്നൊക്കെ പറയാറില്ല, അല്ലെങ്കിൽ നമ്മളിപ്പം സാമ്പിളായിട്ട് എടുക്കുന്നു. അതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ വളരെ ചെറിയ ഒരു ഇതിനെ മാത്രം സെലക്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഒരു നല്ല മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റെബിലിറ്റി ഉണ്ടാകണം എന്നാണ് പറയുന്നത്. സ്റ്റെബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് ഞാനൊരു 10 കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവരുടെ എന്തോ ഒരു പ്രത്യേകത, അവരുടെ എന്തോ ഒരു മാർക്കോ എന്തോ കണക്കാക്കുന്നു. വേറൊരാൾ വന്നിട്ട് ഒരു 10 കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് എടുക്കുന്നു. അടുത്തൊരാൾ വന്നിട്ട് 10 പേരെ സെലക്ട് ചെയ്തിട്ട് ഞാൻ കണ്ടുപിടിച്ച അതേ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി കണ്ടെത്തുന്നു. നമ്മൾ 3 പേരും കണ്ടുപിടിച്ചത് തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ കണ്ടുപിടിച്ചപ്പോൾ അതിൽ 15 കിട്ടിയത്, അടുത്തൊരാൾ ചെയ്തപ്പോൾ അത് 25 കിട്ടിയത്, അടുത്തൊരാൾ ചെയ്തപ്പോൾ 40 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇത് സിഗ്നിഫിക്കന്റ്ലി ഡിഫറന്റ് ആണ്. ഈ വാല്യൂസ് തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ എന്തെന്ന് പറയും, ഇറ്റ് ഈസ് നോട്ട് സ്റ്റേബിൾ എന്ന് പറയും. അല്ലെങ്കിൽ ഡേറ്റ എന്തല്ല, സ്റ്റെബിലിറ്റി ഇല്ല. സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നില്ല, ഇത് അക്യൂർ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു നല്ല മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണെങ്കിൽ എന്തായിരിക്കണം, ഞാൻ എടുത്ത സാമ്പിളിലും അടുത്ത വ്യക്തി എടുത്തതും അടുത്ത ആൾ എടുത്തതിലും എല്ലാം എന്തായിരിക്കണം, ഒരേപോലെ ആയിരിക്കണം വരേണ്ടത്. ഇതാണ് സ്റ്റെബിലിറ്റി എന്നുള്ള പ്രോപ്പർട്ടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽജിബ്രായിക് കോമ്പാക്ടിബിലിറ്റി ആണ്. എന്താണ് ആൽജിബ്രായിക് കോമ്പാക്ടിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആവറേജ് ഷുഡ് ബി amenable to further mathematical analysis and manipulation. ഓക്കെ അതായത് നമ്മൾ ആൽജിബ്രായിക് കോമ്പാക്ടിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇവിടെ നിന്നൊരു അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാല്യൂവിനെ എടുക്കുന്നെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, ഫർദർ ആയിട്ടുള്ള മാനിപ്പുലേഷൻ, ഫർദർ ആയിട്ടുള്ള അനാലിസിസിനും അതുപോലെ അടുത്ത സ്റ്റഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. പക്ഷെ നമ്മൾ പഠിക്കുന്ന എല്ലാ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസികളും അങ്ങനെയല്ല. അതായത് ആ വാല്യൂസ് നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന വാല്യൂസിനെ ഫർദർ ആയിട്ടുള്ള സ്റ്റഡീസിനൊന്നും പലപ്പോഴും എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് ആയിരിക്കത്തില്ല. അപ്പൊ അതും ഒരു നല്ല പ്രോപ്പർട്ടിയാണ്. അതായത് ഇപ്പൊ ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് MLA സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകത്തില്ല. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന റെപ്രസെന്റേറ്റീവിനെ അടുത്ത ഫർദർ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ആളാണോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് ആൽജിബ്രായിക് കോമ്പാക്ടിബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് റോബസ്റ്റ്നെസ് ആണ്. റോബസ്റ്റ്നെസ് എന്ന് പറയുന്ന വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the average should not be unduly influenced by outliers or extreme values in the data. അതായത് നമ്മൾ ഈ ആവറേജ് കണ്ടുപിടിക്കുന്നു, നമ്മളൊരു ഡേറ്റ സെറ്റ് എടുക്കുന്നു, അതിനകത്ത് എക്സ്ട്രീം വാല്യൂസ് വന്നു കഴിഞ്ഞാൽ എന്താണ് എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോ ഒരു ഡേറ്റ എഴുതിയാണ് 1, 2, 3 എന്ന് പറയുന്ന ഒരു ഡേറ്റ. ഒരാൾ ഈ ഡേറ്റ എടുത്ത് 3, 4, ഒരാൾ അടുത്ത് ഈ ഒരു ഡേറ്റ എടുത്ത് എഴുതിയ സമയത്ത് അയാൾക്ക് മാറിപ്പോയി. അയാൾ എഴുതി ഇങ്ങനെയാണ് 1, 2, 3, 114 എഴുതിപ്പോയി. ഓക്കെ, ഇതെന്താണ്, ഇതൊരു എക്സ്ട്രീം വാല്യൂ ആണ്. അതായത് ഈ ഡേറ്റ സെറ്റിനകത്തുള്ള ഏറ്റവും വലിയ വാല്യൂ ആയ 4നേക്കാളും ഒരുപാട് വലിയൊരു വാല്യൂ ആണ് ഇവിടെ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണത്, ഈ എക്സ്ട്രീം വാല്യൂ ആണെന്ന് നമുക്ക് ഇവിടെ പറയാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ എന്താണ്, ഇപ്പൊ ഞാൻ 1, 2, 3, 4 എന്ന് എഴുതുന്നതിന് പകരം -110 2, 3, 4 എന്നായിപ്പോ ഇതും എന്ത് തന്നെയാണ്, ഒരു എക്സ്ട്രീം വാല്യൂ അല്ലെങ്കിൽ ഔട്ട്ലയർ തന്നെയാണ്. രണ്ടും സെയിം മീനിങ് തന്നെയാണ്. ഓക്കെ, അതായത് ഏറ്റവും ചെറിയ വാല്യൂവിനേക്കാളും ചെറിയ വാല്യൂ അല്ലെങ്കിൽ ഏറ്റവും വലിയ വാല്യൂവിനേക്കാളും ഒത്തിരി വലിയൊരു വാല്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, അതായത് ഞാൻ ആദ്യം ഇവിടുത്തെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരാളെ കണ്ടെത്തുന്നു, ഈ എക്സ്ട്രീം വാല്യൂ വന്നതിന് ശേഷം കണ്ടെത്തുന്നു, രണ്ടും ഒരേപോലെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഈ എക്സ്ട്രീം വാല്യൂസ് എന്ത് ചെയ്യാൻ പാടില്ല,
നമ്മളെ ഈ ഒരു സെൻട്രൽ ടെൻഡൻസിയെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരു കൺഫ്യൂഷനും വേണ്ട. നമ്മൾ ഓരോ ആൾക്കാരെ പഠിക്കുമ്പോഴും ഇതിനകത്ത് മീൻ പഠിക്കുന്നുണ്ട്, മീഡിയൻ പഠിക്കുന്നുണ്ട്, മോഡ് പഠിക്കുന്നുണ്ട്. ഓരോന്നും പഠിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് ഇവിടെ എക്സ്ട്രീം വാല്യൂസ് അഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാംസിന് ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാവും. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞു പോകുന്ന കൺസെപ്റ്റുകളിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇനി മനസ്സിലാവും. എങ്ങനെയാണ് അതിനകത്ത് ഓരോ സാധനങ്ങളിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് മനസ്സിലാവും. അപ്പൊ ഇത്രയേ ഉള്ളൂ. എക്സ്ട്രീം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും ചെറിയ വാല്യൂവിനേക്കാൾ ചെറിയ വാല്യൂ, അല്ലെങ്കിൽ എന്താണ്, ഏറ്റവും വലിയ വാല്യൂവിനേക്കാൾ വലിയ വാല്യൂ. ഇത്തരം വാല്യൂസ് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മളെ ഇതിനകത്ത് എന്താണ്, നമ്മുടെ സെൻട്രൽ ടെൻഡൻസി മെഷറിനകത്ത് വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അതായത് ഇപ്പൊ 1, 2, 3, 4, 5 എന്നുള്ളൊരു ഡേറ്റ ആണെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഞാൻ ഇവിടെ സ്ഥലത്ത് ഒരു സെൻട്രൽ വാല്യൂ ആയിട്ട് ഞാൻ 3 ആണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വിചാരിക്കുക. വേറൊരു സമയത്ത് എന്ത് ചെയ്തു, 1, 2, 3, 4, 114 ഉണ്ടായി ഇപ്പൊ അടുത്ത വാല്യൂ. ഈ സമയത്ത് നമ്മൾ സെൻട്രൽ ടെൻഡൻസി കണ്ടുപിടിച്ച സമയത്ത് ഇപ്പൊ എന്താണ്, 3 തന്നെയാണ് വന്നതെങ്കിൽ എനിക്ക് എന്തെന്ന് പറയുന്നത് നല്ലൊരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണെന്നൊക്കെ പറയാം. അതേസമയം എനിക്ക് എന്താണ്, ഈ ഒരു 114 എന്നുള്ള ഒരു വാല്യൂ വന്നു കഴിഞ്ഞുകൊണ്ട് മാത്രം എനിക്കൊരു 45 കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റത്തില്ല, ഇതിനൊരു റോബസ്റ്റ്നെസ് ഉള്ള മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അതായത് ഇവിടെ എന്താണ്, എക്സ്ട്രീം വാല്യൂസ് അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. അതായത് ഏറ്റവും ചെറിയ വാല്യൂവിനേക്കാൾ ചെറിയ വാല്യൂ, അല്ലെങ്കിൽ ഏറ്റവും വലിയ വാല്യൂവിനേക്കാൾ വലിയ വാല്യൂ വന്നപ്പോഴത്തേക്ക് അതിനെ റോങ് ആയിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഇതിന് റോബസ്റ്റ്നെസ് ഇല്ല, അല്ലെങ്കിൽ ഇതിന് പ്രശ്നമുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ. ഒരു നല്ല മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എങ്ങനെ ആയിരിക്കണം എന്നുള്ള അതിന്റെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ആണ് ഞാനിപ്പം ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഓരോ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഓക്കെ. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. അടുത്ത ദിവസം തൊട്ടായിരിക്കും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ആയിട്ട് ഇട്ടാൽ മതി. പറഞ്ഞതിനകത്ത് ഏതെങ്കിലും കൺസെപ്റ്റ് ക്ലിയർ ആവാത്തതോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതുപോലെ ഒരു കാര്യം കൂടെ, നമ്മളെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് നമ്മുടെ റെക്കോർഡഡ് ക്ലാസിന്റെ ലിങ്ക് അയച്ചു തരും. അതുപോലെ ക്ലാസ് റൂമിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ ലിങ്കും അയക്കും. അതെല്ലാം നിങ്ങളുടെ മെയിലിലായിരിക്കും വരുന്നത്. ഈ റെക്കോർഡഡ് ക്ലാസിന്റെ ലിങ്ക് എന്ന് പറയുന്നത് ആ ഒരൊറ്റ ലിങ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അത് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ വാട്സപ്പിൽ എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ക്ലാസ്സുകളും കഴിയുന്നതിനനുസരിച്ചിട്ട് ആ ലിങ്കിനകത്ത് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, ആ ഒരൊറ്റ ലിങ്ക് മതി റെക്കോർഡ് ക്ലാസ്സിൽ. നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, കഴിഞ്ഞ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും കയറി കാണാനായിട്ട് സാധിക്കും. ഇനി ക്ലാസ് റൂമിലേക്കുള്ള ഇൻവിറ്റേഷൻ ലിങ്ക് നിങ്ങൾക്ക് നോട്ട്സിന് വേണ്ടിയിട്ടാണ് ആ ക്ലാസ് റൂമിലേക്കുള്ള ഇൻവിറ്റേഷൻ ലിങ്ക് അയക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂം എന്നുള്ള ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ആ ഗൂഗിൾ ക്ലാസ് റൂം എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇൻവിറ്റേഷൻ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യുക. ക്ലാസ് റൂമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മൾ അടുത്ത ദിവസം തൊട്ട് ഓരോ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മളിപ്പം ആദ്യത്തെ ഒക്കെ ആഴ്ച ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം 2 ക്ലാസ് ഒക്കെ ഇപ്പം ഈ ആഴ്ചകളിലൊക്കെ ഉണ്ടാകത്തുള്ളൂ. പിന്നീട് ക്ലാസ്സിന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഇതായിട്ട് വളരെ നമുക്ക് ഡിസ്കസ് ചെയ്ത് തന്നെ പോവാം. ഓക്കെ, സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്ന എല്ലാ മെഷറും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമോ? എല്ലായ്പ്പോഴും നല്ല ക്വസ്റ്റ്യൻ ആണ്. സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ ഓരോ മെഷറുകൾ പഠിക്കും. ഈ എല്ലാ പ്രോപ്പർട്ടീസും ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി സാറ്റിസ്ഫൈ ചെയ്യില്ല. ഇതിനകത്ത് ചില പ്രോപ്പർട്ടീസ്, അതായത് ഒരു
വളരെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ മാത്രമേ മിക്കവാറും ഉള്ള മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസീസ് ഒക്കെ അതിനകത്ത് എന്ത് ചെയ്യാറുള്ളൂ, സാറ്റിസ്ഫൈ ചെയ്യാറുള്ളൂ. സാധാരണ രീതിയിൽ ഇതിനകത്ത് കൂടുതലും ഒരു പരിധി വരെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്, നമ്മളത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യില്ല. അത്തരത്തിലുള്ള ഒരു ഐഡിയൽ ആയിട്ടുള്ള മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ. അല്ല, മീൻ എന്ന് പറയുന്നതും ആവറേജ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. മീൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നതാണ് നമ്മൾ അവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ. ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ സെൻട്രൽ ടെൻഡൻസിയെ നമ്മൾ പറയുന്ന വാക്കാണ്. അത് നമുക്ക് അങ്ങനെ ഒരു സംശയം വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചേക്കുന്നത് എന്താണ്, ആവറേജ് കണ്ടുപിടിക്കാൻ പറയുന്നു, അല്ലെങ്കിൽ എന്താണ് ശരാശരി കണ്ടുപിടിക്കാൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് മീൻ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കലി ഒക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൻട്രൽ ടെൻഡൻസി ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ഡേറ്റ തന്നിട്ട് പെട്ടെന്ന് ഒരു ആവറേജ് കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരിത്തമെറ്റിക് മീൻ തന്നെയാണ് കണ്ടെത്തുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ, അതായത് എല്ലാ പ്രോപ്പർട്ടീസും സാധാരണ രീതിയിൽ നമ്മൾ എന്താണ് ഒരു ഐഡിയൽ മെഷർ ആയിട്ട് കൂടുതൽ സിറ്റുവേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് എന്താണ്, അരിത്തമെറ്റിക് മീൻ തന്നെയാണ് നമ്മൾ കൂടുതൽ സിറ്റുവേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ഒരു ക്ലാസ്സിലുള്ള കുട്ടികളുടെ ആവറേജ് മാർക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എല്ലാ മാർക്കും കൂടെ കൂട്ടിയിട്ട് നമ്മൾ എന്താണ് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അതായത് ഫർദർ ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ ട്രീറ്റ്മെന്റുകൾക്കൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ആവറേജ് തന്നെയാണ്. ഓക്കെ. അത് ആവറേജ് നമ്മുടെ ഈ അരിത്തമെറ്റിക് മീനാണ്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ അതിനെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഓരോ ഇതിനെ പറ്റിയിട്ടും പറയും. നമ്മൾ ഡിസ്പേഷനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോഴും നമ്മൾ പറയും, നമ്മൾ ഡിസ്പേഷനും ഇതുപോലെ കുറെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് അതിനെ നല്ലൊരു മെഷർ ഓഫ് ഡിസ്പേഷൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഐഡിയൽ മെഷർ ഓഫ് ഡിസ്പേഷൻ എന്ന് പറഞ്ഞ ഒരാളെ പറയും, അയാളാണ് ഒരു പരിധി വരെ ആ പ്രോപ്പർട്ടീസിൽ കുറെ എണ്ണമൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് വരുന്നത്. അതൊക്കെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. നമ്മൾ ഇന്നിപ്പം ജസ്റ്റ് തുടങ്ങി വെക്കുകയാണ് ചെയ്തത്. അടുത്ത ക്ലാസ്സോട്ടൊക്കെ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് തിയറി അല്ല, നമ്മളൊരു ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇത്തരം എക്സാമുകളിൽ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.